ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്ന്. ആ അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ വൈലത്തൂർ തങ്ങൾ പാപ്പാൻ്റെ ഒരു പ്രസംഗം, വൈലത്തൂർ തങ്ങൾ പാപ്പാൻ്റെ ഒരു വാക്ക് വീണ്ടും ഇതിൽ കൊണ്ടുവരുന്നത്. ഇത് നമുക്ക് മറക്കാൻ കഴിയില്ല. 10-13 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണിത്. ഈ കുരുവട്ടൂർ കോമാട്ടുചാലിൽ അദ്ദുവിനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കോമാട്ടുചാലിൽ അദ്ദു ആണല്ലോ പോലെ ഏറ്റവും വലിയ ഷെയ്ഖ്. കുരുവട്ടൂരിലെ പോലെ ഏറ്റവും വലിയ ഷെയ്ഖ് കോമാട്ടുചാലിൽ അദ്ദു ആണല്ലോ. അപ്പോൾ ഈ ഹാഫിദ് എന്ന് പറയപ്പെട്ട ആൾ ഈ ചങ്ങായിനെ പറ്റിയിട്ട് നമ്മളുടെ വൈലത്തൂർ തങ്ങൾ പാപ്പ മുന്നേ പറഞ്ഞിട്ടുണ്ട്. മടവൂർ സി എം വലിയുല്ലാഹി ഖദ്സുല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ കറാമത്ത് കൊണ്ട് തന്നെ, മഹാനായ മടവൂരിൻ്റെ കറാമത്ത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മടവൂരിൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ആര്, വൈലത്തൂർ ജീലാനി തങ്ങൾ. വൈലത്തൂർ തങ്ങൾ പാപ്പയാണ് ഈ പറയുന്നത്. അതൊന്ന് കേട്ടോ കാണും. അത് ഞാൻ അടക്ക് പറയുന്നത് വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്നാണല്ലോ. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളിങ്ങനെ ഉപദേശിച്ചു കൊടുത്തോളിയും, നിങ്ങളിങ്ങനെ വേലിങ്ങനെ പറഞ്ഞു കൊടുത്തോളിയും. വെള്ളിയാഴ്ചക്ക് ആകുമ്പോൾ നിങ്ങൾ ജനങ്ങളൊക്കെ വേല് കേൾക്കണുണ്ട് വെച്ചിട്ട് മാറി നിൽക്കണ്ടോ. എല്ലാ ദിവസവും നിങ്ങൾക്ക് പറ്റണ മാതിരി നിങ്ങളിങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോളിയും. ആ പറഞ്ഞു കൊടുക്കൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അത് ഉപകരിക്കും. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അത് ഉപകരിക്കും. അപ്പോൾ വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്ന് കേൾക്കുമ്പോൾ അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഉപകരിക്കുമല്ലോ. ഇവൻ കള്ളനാണോ കാട്ടുകള്ളനാണോ ഇല്ലെന്നുള്ളത് വൈലത്തൂർ തങ്ങൾ പാപ്പ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പം ഞാൻ സമസ്തൻ്റെ ആൾക്കാരും വിശ്വസിൻ്റെ ആൾക്കാരും ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളോ അവൻ കാട്ട് കള്ളനാണ്. ഓരോരുത്തരും ഹാഫിദിനെ സംബന്ധിച്ച് വൈലത്തൂർ തങ്ങൾ പാപ്പാനോട് ചോദിച്ചപ്പോൾ തങ്ങൾ പാപ്പ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തിനാ നിങ്ങൾ സംശയിക്കണത്, അവൻ കാട്ടുകള്ളൻ തന്നെയാണ്. ആരാ പറയണേ? ഞാൻ പറഞ്ഞാലോ, വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞ. അതിൽ ലത്തീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ, കുരുവട്ടൂർ മുസ്ലിയാർക്ക് അറിയല്ലോ, ഞാനാണ് പറഞ്ഞിരിക്കണെന്നുള്ളത്. കൂറ്റമ്പാറവർക്കൊക്കെ അറിയല്ലോ, ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത്. കൂട്ടരെ കേട്ടോളിയും, ആദ്യമായിട്ട് അത് പറഞ്ഞേക്കണേ ഞാനാണ് എന്ന് വൈലത്തൂർ തങ്ങൾ പാപ്പ തന്നെ പറയണേ. ഇവൻ കാട്ടുകള്ളനാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കുരുവട്ടൂർ ഹാഫിദ് കള്ളൻ, ലോകകള്ളനൊക്കെ കാട്ടുകള്ളനാണ്. കാട്ടുകള്ളൻ മാത്രല്ല ലോകകള്ളനാണ്. കാട്ടുകള്ളൻ മാത്രല്ല ലോകകള്ളനാണ്. ആര്? കുരുവട്ടൂർ ഹാഫിദ് എന്ന് പറഞ്ഞ ഈ കോമാട്ടുചാലിൽ അദ്ദു, നൗഷാദിൻ്റെയും കുഞ്ഞേമീൻ്റെയും പമ്പേസിൻ്റെയും ഒക്കെ ഷെയ്ഖ്. ലോകകള്ളനാണ്. ആരാ പറഞ്ഞത്? വൈലത്തൂർ തങ്ങൾ പാപ്പ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ ഇവൻ ഷെയ്ഖാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടല്ലോ. അന്ന് മടവൂരിൻ്റെ കറാമത്തുകൊണ്ട് അന്ന് പറഞ്ഞിട്ടുണ്ട് ആര്? വൈലത്തൂർ തങ്ങൾ പാപ്പ. മാത്രമല്ല ഈ കോമാട്ടുചാലിൽ അദ്ദുവിനെ നമ്മൾ സ്വപ്നനഗരിയിൽ ഒരു പരിപാടിക്ക് ഷെയർ മുബാറക്കിൻ്റെ കല്ലിടൽ ചടങ്ങിൻ്റെ അവിടെ വന്ന് ദ്വാരക്കാൻ വേണ്ടിക്കൊണ്ട് ഈ ചങ്ങായിനെ ഏൽപ്പിച്ചും പാട് അന്ന് ആ പ്രസംഗം കേട്ട ആളുകൾക്കറിയാം ഇയാളിങ്ങനെ ദ്വാ ചെയ്യുമ്പോൾ മൗലാന പേരോട് ഉസ്താദ് ബാക്കിൽ നിൽക്കുന്നുണ്ട്. പേരോട് ഉസ്താദിൻ്റെ ആ നൃത്തം, ആ നോട്ടം ഒന്ന് നോക്കുകൊണ്ടി. പേരോട് ഉസ്താദിനോട് അപ്പം തന്നെ മടവൂർ തങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടേ, ഇവൻ കള്ളനാട്ടൊപ്പം കൂടണ്ടാന്ന്. ഇവൻ കള്ളനാണ് ഒപ്പം കൂടണ്ട. കാരണം അത്രയും വലിയ മഹാനാണ് അവിടെ നിൽക്കുന്ന പേരോട് ഉസ്താദ്. കാരണം സുൽത്താനുൽ ഉലമയെ അങ്ങേയറ്റം സ്നേഹിച്ച് സുൽത്താനുൽ ഉലമയുടെ ഒരു ചെറിയൊരു ഫോട്ടോസ്റ്റാറ്റാണ് ശരിക്ക് മൗലാന പേരോട് ഉസ്താദ്. ആ പേരോട് ഉസ്താദിനെല്ലാം അറിയാം. അതല്ലേ പേരോട് ഉസ്താദിൻ്റെ കൈ. അതുകൊണ്ടാണ് പേരോട് ഉസ്താദ് ആ സ്റ്റേജിൽ നിൽക്കുന്നൊന്ന് നോക്കുകൊണ്ട്. ആ വീഡിയോ ഇപ്പം എൻ്റെ കയ്യിലില്ല. വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിലിട്ടിരുന്നു. ആ വീഡിയോ കണ്ടാൽ അറിയാം. കാരണം അത്രയും കള്ളനാണ്. ഇവർക്ക് അറിയാം. കാരണം ഈ ചങ്ങായി ദ്വാ ചെയ്യണ സമയത്ത് ഒരു തുടിന്ന് ദ്വാ ചെയ്യണം. ദ്വാ ചെയ്യുമ്പോൾ ഇയാൾക്കൊരു സ്വഭാവമുണ്ട്, ലൈറ്റൊക്കെ ഓഫാക്കണം. എല്ലായിടത്തുള്ള ലൈറ്റ് ഓഫാക്കണം. അങ്ങനെ ലൈറ്റ് ഓഫാക്കിയാണ്ടാണ് ദ്വാ ചെയ്യണത്. ലൈറ്റ് ഓഫാക്കിയാണ്ട് ദ്വാ ചെയ്തപ്പോൾ ഈ സാധുക്കളും പാവങ്ങൾ നാടന്മാരിങ്ങനെ ലൈറ്റ് ചുമരുമ ചാരിയിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. അങ്ങനെ ചുമരുമ അങ്ങനെ ചാരി കൊണ്ട് നിന്നപ്പോൾ ഈ ലൈറ്റിൻ്റെ സ്വിച്ചുമേ ആരുടെ തല തട്ടിയിരിക്കണം. തല ഇങ്ങോട്ട് തട്ടിക്കാണ്ട് ലൈറ്റ് ഇങ്ങോട്ട് ഓണായി. അപ്പോൾ ഈ ചങ്ങായി കണ്ണും പീറ്റ് ദ്വാരിക്കണത്
പെട്ടെന്ന് ഇങ്ങോട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ റഹ്മത്തുള്ള ഖാസിമി വേദറിയണ മാതിരി റഹ്മത്തുള്ള ഖാസിമി പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണാണ് ചിമ്പിയ പിന്നെ അവസാനിക്കുമ്പോൾ കണ്ണീച്ച എന്നതുപോലെ ഇയാൾ ദ്വാരക്കുമ്പോൾ കണ്ണാണ് ചിമ്പിയിട്ട് കണ്ണടിയിലൊന്ന് തുറന്നു നോക്കുമ്പോൾ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട്. ലൈറ്റ് ഇങ്ങോട്ട് കത്തലോട് കൂടെ സുബ്ഹാനല്ലാ ഈ അള്ളഹാനോട് പറയുന്ന കാര്യമായിട്ട് അള്ളഹാനോട് പറയാട്ടോ. നല്ല സങ്കടപ്പെട്ട് റബ്ബിനോട് പറയാണ്. പറയുന്നതിൻ്റെ ഇടയിൽ ഈ ലൈറ്റ് ഇങ്ങോട്ട് കത്തലോട് കൂടെ ഇയാൾ പറഞ്ഞ ആ വാക്കൊന്ന് കേട്ടോ കാണി, അതൊന്ന് കേട്ടോക്കി. കേട്ടില്ലേ? ഷെയ്ഖിന്റെ ദ്വായില് പെട്ടെന്ന് ലൈറ്റ് കത്തിയപ്പോൾ ഷെയ്ഖ് ദ്വാരുന്നപ്പോൾ ദ്വായിൽ കൂട്ടിയതാണ്. ഏത് മൈ എന്നുള്ള ആ വാക്ക് കൂട്ടിയിട്ട് ആരാടാ ലൈറ്റ് ഇട്ടത്, ആരാടാ ഈ ലൈറ്റ് ഇട്ടത്, ഏതും എന്നാടാ ലൈറ്റ് ഇട്ടത്? ദ്വാരക്കാണേ ജനങ്ങളെ മുന്നിലിരുത്തിയാണ്ട് ദ്വാരക്കട കോലാണ് കൂട്ടരുത്. അത് ഷെയ്ഖ് പഞ്ഞി പറഞ്ഞത് ചിലപ്പോൾ വേറെന്തെങ്കിലും ആക്കും, ചിലപ്പോൾ ആ പറഞ്ഞത് അതല്ലാന്ന് വരെ വരുത്തി തീർക്കാൻ ഔഷാദിന് വയ്ക്കും. അതൊക്കെ ഔഷാദ് ചിലപ്പോൾ ആക്കി തീർക്കും. അങ്ങനെയാണ്. എന്നിട്ട് ഈ ഷെയ്ഖിൻ്റെ ഈ പറയപ്പെട്ട ഷെയ്ഖിൻ്റെ ബനിയനും ഷെഡിയും പിന്നെ അതുപോലെ വിയർപ്പിൻ്റെയും വാസന നമ്മളെ പിന്നെ മൂത്ര പൈസയിൽ പറയുന്നുണ്ട്. അത് കേട്ടോ കാണി, അത് കേട്ടോ നമുക്കറിയാം ഇവൻ്റെതൊക്കെ അങ്ങനെ വരുമല്ലോ എന്നുള്ളത് നോക്കി. പറയണ കേട്ടൊന്നുമല്ല, സത്യമാണ് സത്യമാണ് സത്യമാണ്. ചോദിക്കുകയാണേ, ആരോ ചോദിക്കുകയാണ് ഇത് സത്യം തന്നെയാണോ, ഇങ്ങനെ കേട്ടല്ലോ. അപ്പോൾ പറയാ പറയണത് കേട്ടതൊന്നും അല്ല, സത്യം തന്നെയാണ്, സത്യമാണ് സത്യമാണ് സത്യമാണ്. എന്താ സത്യം അതൊന്ന് കേട്ടോളി. നമ്മളത്ര അനുഭവിച്ചതാണ്. പിന്നെ ഇവന് കുറേ അനുഭവം ഉണ്ടായിക്കണം. പിന്നെ ബൗലു ഷരീഫ് മൂത്രത്തിൻ്റെ കാര്യം അങ്ങനെ ബൗലു ഷരീഫ് മൂത്രത്തിനെ പറ്റി പറയണേ. ഇവൻ്റെ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ മൂത്രപ്പെ പറ്റി പറയണേ. ബൗലു ഷരീഫ് സംസം വെള്ളം എന്ന് പറയാത്ത വലിയ ഭാഗ്യം. അങ്ങനെ അനുഭവിച്ചിട്ട് എഴുതിയല്ല. മറ്റേ വിയർപ്പിന് കസ്തൂരി മണ്ണുള്ളവർക്ക് മൂത്രത്തിന് പനീറാവും. ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റായിപ്പോയി. കാരണം സംസം വെള്ളം എന്ന് പറഞ്ഞപ്പോൾ മണമൊന്നും ഉണ്ടാവില്ലല്ലോ, നല്ലൊരു വെള്ളമാണ്. ഇപ്പോൾ അതുമല്ല, അതിൻ്റെ അപ്പുറം പറയുന്ന മാതിരിയാണ് ബൗലു ഷരീഫിന്. അത് പിന്നെ വിയർപ്പിന് കസ്തൂരി മണമുള്ള ആളത് മൂത്രം അത് പനിനീറാവുന്നതാണ്. ഓ വല്ലാത്തൊരു കോളന കേട്ടോ ഈ ഷെയ്ഖ് കോമാട്ടുചാലിൽ അത്. ഏതാ ഈ ഷെയ്ഖ് അറിയോ? ഇതായിരുന്നപ്പോൾ ആ പറഞ്ഞ ഷെയ്ഖിൻ്റെ കാര്യം പോയി പറഞ്ഞു കേട്ടോ. സൂഫിയാക്കൾ ചരിത്രത്തിലൊക്കെ ഉണ്ട്, ഔലിയാക്കന്മാരുടെ സ്വഭാവത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. അത് അങ്ങോട്ട് അങ്ങനെ സങ്കല്പിച്ച് എഴുതിയതാണ്. വിയർപ്പിന് കസ്തൂരി മണം എന്നുള്ളത് എപ്പോഴും നമുക്ക് അനുഭവിക്കണതാണ്. കോമാടൻ്റെ വിയർപ്പേ എപ്പോഴും കസ്തൂരിൻ്റെ വാസന ഇങ്ങനെ ഉണ്ടാകുന്നത് ഇവർക്ക് അനുഭവിക്കുന്നതാണ്. പിന്നെ എന്തിനാ ചങ്ങായി അത്ര തേക്കണത്? അത്രയും കുപ്പിയിൽ അത്ര തേക്കണത് കാണാമല്ലോ. എന്തിനാ അത്ര തേക്കണമെന്നാൽ കാരണം വിയർക്കുമ്പോൾ പിന്നെ അത് വെച്ച് തേച്ചാൽ പോരെ, ശരീരത്തു നിന്ന് ഇങ്ങനെ വരൂലേ വാസന, വിയർപ്പിൻ്റെ വാസന അങ്ങനെ വരൂലേ, നല്ല കസ്തൂരിൻ്റെ വാസന വരൂലേ. അത് കുറച്ച് കുപ്പിയിലാക്കിയാണ്ട് എനിക്ക് കച്ചവടവും ചെയ്യാം. അപ്പോൾ ഏതായാലും കാര്യമായിട്ട് പണിയൊന്നുമില്ലല്ലോ. മനസ്സിലായില്ലേ? ഏറ്റവും നല്ല വിയർത്ത് ഭയങ്കര വിയർത്താൽ മനുഷ്യൻ്റെ ശരീരത്തിൽ നാറ്റിലുണ്ടാകുക. ബനിയനൊക്കെ വിയർപ്പ് നാറ് തന്നെ ചെയ്യുക. അനക്കെന്താ കസ്തൂരിൻ്റെ മണം വന്ന് എൻ്റെ വല്ലാത്തൊരു മൂക്കാണ് എൻ്റെ മൂക്ക്. ഏതായാലും അവരുടെ ബനിയൻ ഇപ്പോഴും ഒരു സ്ഥലത്തുണ്ട്. നല്ല വിയർത്ത് വന്ന സമയത്ത് ആ വീട്ടുകാരൻ വലിയ ഉസ്താദാണ്, ആളെ പറയില്ല, ആ വലിയ ഉസ്താദ് ഊരിപ്പിച്ച് കോമാട്ടുചാലിൽ അതൊരു പെരയ്ക്ക് കയറി ചെന്നപ്പോഴേ കസ്തൂരിൻ്റെ വാസനയായിരുന്നു ബനിയന്. അങ്ങനെ ആ വീട്ടിൽ വലിയൊരു ഉസ്താദാണ് പറഞ്ഞു. ആ ഉസ്താദ് ആ ബനിയൻ വാങ്ങിയിട്ട് ശരിക്കും പാത്തച്ചു. എന്നിട്ട് പുതിയൊരു ബനിയൻ വാങ്ങിക്കൊടുത്തു. യാചിച്ചിട്ട് അത്ര ഈ ബനിയൻ കൊടുത്തത്. ഉസ്താദിൻ്റെ പേര് പറയില്ല. ധൈര്യം ഉണ്ട് എനിക്ക് ആ ഉസ്താദിൻ്റെ പേര് പറയാൻ. എന്നെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ ഒരു ബനിയൻ തുടിയിൽ പാത്തച്ചതായിട്ട് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ട്. എന്നെ വെല്ലുവിളിക്കണം. കുറേ യാചിച്ച് ബനിയൻ വാങ്ങി പുതിയ ബനിയന് വാങ്ങിക്കൊടുത്ത. പക്ഷെ ആ ബനിയൻ ഇപ്പോഴും കസ്തൂരിൻ്റെ മണ. ഇപ്പോഴും കസ്തൂരിൻ്റെ വാസനയാണ് എന്നാണ്. റബീഉൽ അവ്വൽ 12 ബനി എടുക്കൽ അല്ലേ?
നമ്മളിതൊക്കെ വേർപ്പായി തിരുമ്പാതെ വെച്ചാൽ പിറ്റേന്ന് നാറ്റം ഉണ്ടാവില്ലേ? മനസ്സിലാക്കുക, അനുഭവം തന്നെയാണ്, ഒന്നും വെറുതെ പറഞ്ഞതല്ല. നിങ്ങളോട് പത്രമൊക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. കണ്ടില്ല നിങ്ങൾ, ഇങ്ങനെ കുറേ ഏജൻറ്റുമാരുണ്ടാക്കുക. വോയിസ് പറയാൻ ഇങ്ങനെ ഒരു ടീം, ഇത് മൂത്രപൈസലിനെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ വോയിസ് പറയാൻ, ഇതുപോലെ നോട്ടീസ് അടിച്ചാനും ഫ്ലെക്സ് അടിച്ചാനും നേരം പോലത്തെ പൊന്മുളസ്ഥാനും പേരുളസ്ഥാനും പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് പിന്നെ നോട്ടീസിലും ഫേസ്ബുക്കിലും എഴുതി ഉണ്ടാക്കി വിടാൻ അങ്ങനെ കുറേ ഏജൻറ്റുകൾ. ഇവരാത്തര ഷെയ്ഖന്മാർ, കാട്ടുകള്ളന്മാർ, വൈലത്തൂർ തങ്ങൾ പറഞ്ഞ മാതിരി കാട്ടുകള്ളന്മാർ എന്നല്ല, കാട്ടുകള്ളന്മാർ മാത്രമല്ല പെരുങ്കള്ളന്മാർ. ഇവരൊക്കെ എന്നോ നാട്ടിൽ നിന്ന് ആട്ടിയടിച്ചണം.